അങ്ങനെ നമ്മൾ കൊപ്പോളി കാട്ടിറങ്ങി താഴോട്ട് വന്നിട്ടുണ്ട്. ഇനി കൊപ്പോളിയിലേക്കാണ് പോകുന്നത്. ഇനി ഇവിടുന്ന് 90 കിലോമീറ്ററാണ് മുംബൈക്കുള്ളത്. അതിലൊരു 20 കിലോമീറ്ററൂടെ ഇന്ന് ചവിട്ടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയും കാട്ട് കുറച്ചുകൂടി ഇറങ്ങാനുണ്ട്. പക്ഷേ മെയിൻ കാട്ടെല്ലാം ഞാൻ ചവിട്ടി ഇറക്കി കഴിഞ്ഞു. പിന്നെ അന്നേരം അവിടെ വീഡിയോ എടുക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി ഇട്ട് കുലുക്കുക. അല്ലേടി, വണ്ടി ഇട്ട് കുലുക്കുവാണോ? വണ്ടി കുലുക്കുവാണോ നീ? അപ്പോൾ ദേ ഈ മലയുടെ അങ്ങേ ചെരുവിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. നന്നായിട്ട് ബുദ്ധിമുട്ടി കേട്ടോ. ഇതുപോലൊരു കാട്ട് വണ്ടികളൊക്കെ കയറി പോകുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഇറങ്ങി വന്നത്. അതിനു മുമ്പിൽ തന്നെ ഞാൻ ബ്രേക്ക് ഷൂ ഒക്കെ മാറിയതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇറങ്ങിപ്പോരാൻ പറ്റി. അപ്പോൾ ശരി, നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് ചായ അപ്പോൾ ചായ റെഡിയാകുമ്പോഴത്തേനും നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണാം എന്ന് വിചാരിക്കുകയാണ്. ചെയ്തത് മനോഹരമായ മലനിരകളാണ് ചുറ്റിനും. അപ്പോൾ അടിവാരത്തേക്ക് ഇനി കുറച്ച് ദൂരം കൂടി പോകാനുണ്ട്, കൊപ്പോളി ടൗണിലേക്ക്. അവിടെ എവിടെയെങ്കിലും ഒന്ന് സെറ്റായിട്ട്, അല്ലെങ്കിൽ കൊപ്പോളി കഴിഞ്ഞിട്ട് സെറ്റായിട്ട് നമുക്ക് യാത്ര തുടരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, ഹലോ നമസ്കാരം. ചോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. भैया मैं जा रहा है, ഓക്കെ. അപ്പോൾ ഭയ്യാരുടെ അടുത്തുനിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പതിയെ പോവാണ്. ജാരേ, ഓക്കെ. അപ്പം നേരെ പോയി റൗണ്ട് അബൌട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. രാവിലെ തിരക്ക് കൂടുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ പുതിയ സ്റ്റിക്കൊക്കെ കയറ്റി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുതിയ സ്റ്റിക്കൊക്കെ കയറ്റി പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മൊബൈലിനി വലിയ ബുദ്ധിമുട്ടില്ലാതെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ രാവിലെ ഇവിടുത്തെ തൂപ്പുകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കാണാത്തൊരു വ്യത്യാസമാണ്. ഇത് കണ്ടോ, ഇത്ര വൃത്തിയായിട്ടാണ് റോഡ് തൂത്തിടുന്നു നോക്കി. നമ്മുടെ എവിടെയാണ് ചപ്പും ചവറും ചുഞ്ചും പഞ്ചും. എന്നതാ, തൊഴിലുറപ്പല്ലല്ലോ, അല്ലാത്ത കുറേ ടീമുകളുണ്ട്. പെണ്ണുങ്ങൾ എന്നാ ചെയ്യുന്നെന്ന് പോലും അറിയത്തില്ലാത്ത രീതിയിലുള്ള ഒരു പരിപാടി. എന്നിട്ട് അലപ്പ്, അതായത് കിടന്ന് അലച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങെടുക്കടി, അതിങ്ങെടുക്കടി, മറ്റതിങ്ങെടുക്കടി, നിനക്കത് അടിച്ചു കൂടില്ലേ. ഇത് ഒരു പ്രശ്നവുമില്ല. ഇത് വരുന്നു, രാവിലെ ഡ്യൂട്ടി കഴിയുന്നു, അവർ പോകുന്നു. അപ്പം നമ്മൾ ലെഫ്റ്റ് പിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പം നമുക്ക് ലെഫ്റ്റ് പിടിച്ച് പോകാം അല്ലേ. മെയിൻ ഹൈവേയിൽ കയറ്റാതെ എന്നെ ഇപ്പുറത്തെ വഴിയെ കൊണ്ടുപോകാൻ നോക്കും. മെയിൻ ഹൈവേയിൽ പോയാൽ 8 കിലോമീറ്റർ കൂടുതലാണ്. അതിലും ഭേദം ഗ്രാമങ്ങളിലൂടെ പോകുമല്ലോ. അപ്പോൾ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയാണ്, അതായിരിക്കും നല്ലത്. ആ, കേരള സൈഡ്. ആ, നമ്മളെ ഒരു പയ്യൻ വന്നിട്ടുണ്ട്. ആകെ ജാവോ വീഡിയോ കരയാം. അവന് സൈക്കിളേലാണ്. രാവിലെ നമ്മളോട് സംസാരിക്കാൻ വന്നതാണ്. കേരളത്തിൽ നിന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോഴത്തെ എൻ്റെ ഫ്രണ്ടിലാവാൻ പോകുന്നുണ്ട്. आपका नाम क्या है? नाम सरतत. अच्छा,
मैं मुंबई जा रहे हैं। हाँ मुंबई में पूरा देखना है। आपके चैनल का नाम क्या है? ജോപ്പൻ്റെ യാത്ര. ജോപ്പൻ്റെ യാത്ര. ജോപ്പൻ്റെ യാത്ര. ആ ഓക്കെ. അപ്പോഴത്തേക്കും ഞങ്ങൾ കുറേ പേരുണ്ട് കേട്ടോ സൈക്കിളിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾ. ഇത് കൂടുതലും സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. 2 കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നു. സമയം 6:30 ആയതേ ഉള്ളൂ. പിള്ളേർ സ്കൂളിൽ പോകാൻ തുടങ്ങി. അതാണ് ഗുണം. രാവിലെ എഴുന്നേറ്റ് പോവാം. പിള്ളേർക്ക് വൈകുന്നേരം ആകുമ്പം കളിക്കാൻ മാക്സിമം സമയം കിട്ടും. അങ്ങനെ അവർ ഉല്ലാസത്തിലും അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. 10 മണിയാകുമ്പോൾ സ്കൂള്, ഒരു 7 മണിയാകുമ്പോൾ സ്കൂൾ തുറക്കും. हाँ हाँ जी हाँ अरे आगे जाओ आगे जाओ ब्लॉक मत करो आगे जा ओ हाँ ओके ठीक है फिर मिलेगा बाय. നല്ലൊരു മാർക്കറ്റായിരുന്നു. അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ അകത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാർക്കറ്റാണ്. അപ്പോൾ ഈ സാധനം, ഈ സ്റ്റിക്ക് ഇന്നലെ രാത്രി ഇരുന്ന് കഷ്ടപ്പെട്ട് പിടിപ്പിച്ച കേട്ടോ. ഏതായാലും അതിൻ്റെ ഗുണമുണ്ട്. നമുക്ക് സുഖമായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടില്ല. എഗ് മാർക്കറ്റ് മൊത്തം മാർക്കറ്റാണ്. ഇവിടെ ഒരു സ്റ്റാച്ചു ഇരിക്കുന്നതാണ്. ഒരു സ്റ്റാച്ചു ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം ബൈക്കിൽ പിടിപ്പിക്കുന്ന ഇതാണ്, ഹോൾഡറാണ് നമ്മൾ സൈക്കിളിൻ്റെ ഹാൻഡിൽ പിടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഇത് നമ്മൾ ലെഫ്റ്റ് പിടിച്ച് പോവുകയാണ്. കാര്യം വയ്യാത്ത ഇതൊക്കെ രാത്രിയിലാണ് കേട്ടോ സജീവം. ഇപ്പം അത്ര ഒന്നും കാണിയല്ല. അങ്ങനെ നമ്മളിവിടുത്തെ പുഴക്കരയിലെത്തിയിട്ടുണ്ട്. റിവർ സൈഡാണ്. വേലിയേറ്റത്തിൻ്റെ സമയത്ത് മാത്രം വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്. ഇതുവഴി തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോയത്, നമ്മുടെ സൈക്കിൾ ഷോപ്പ് തപ്പി പോയത്. അതുകൊണ്ടാണ് നമുക്ക് 2 ദിവസം അവിടെ തങ്ങാനൊക്കെ പറ്റിയത്. അപ്പോൾ ഈ പാലത്തിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തിരക്ക് കുറവാണ്, കുറച്ച് കഴിയുമ്പം തിരക്കാവും. ഇപ്പോൾ വേലിയിറക്കത്തിൻ്റെ സമയമായതുകൊണ്ട് ഈ നദിയിലും വെള്ളം കുറവാണ്. വൈകിട്ടാകുമ്പോൾ വെള്ളം കൂടും. ഇതാണ് നവി മുംബൈയുടെ പ്രാന്തപ്രദേശങ്ങൾ. ഫ്രണ്ടിലൊക്കെ ഫ്ലാറ്റുകളൊക്കെ കാണാം. ഇതൊക്കെ പണ്ട് ഈ ഫ്ലാറ്റിരുന്ന ഭാഗമൊക്കെ കോളനികളായിരുന്നു. പക്ഷേ ആ കോളനിയൊക്കെ ഇടിച്ചു നിരത്തി ഫ്ലാറ്റുകളാക്കി. പിന്നെ ഇവിടുത്തെ ഗുണം എന്ന് പറഞ്ഞാൽ എവിടെ വണ്ടി നിർത്തുമെന്ന് നമ്മൾ ചായ പീലിയ. शुक्रिया जी, थैंक यू. केरला से कश्मीर. अभी 1 साल हो गया शुरू करके. और 2 साल लगेगा. और 2 साल लगेगा. हाँ साइकिल से. आगे रुको, फोटो निकाल दो. ओके जी. അപ്പോഴത്തെ ഒരു ഓട്ടോറിക്ഷ, അതേപോലെ തന്നെ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചു. പക്ഷേ ഞാൻ ഓൾറെഡി ചായ കുടിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ, ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അവിടെ അദ്ദേഹം നിർത്തുന്ന സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഫോട്ടോയ്ക്ക് ഒന്ന് പോസ്റ്റ് ചെയ്ത് കൊടുക്കാം.
അതല്ലേ അതിൻ്റെ ശരി. കാരണം നാളെ നമ്മൾ ഇവരെ ആരെയും കാണുന്നില്ലല്ലോ. ഈ ഒരു നിമിഷം മതി, ഒരേ ഒരു നിമിഷം. സൂയിസൈഡ് ചെയ്യാൻ പോകുന്നവനെയും പുറകിൽ നിന്ന് വിളിക്കാൻ ഒരു നിമിഷം മതി. പക്ഷേ ആ വിളിക്ക് ഒരാൾ വേണമെന്നുള്ളത് മാത്രമാണ്. എത്രയോ പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നതിൻ്റെ പേരിൽ എത്രയോ പേര് യാത്ര നിർത്തി തിരിച്ചു പോയവരെ എനിക്കറിയാം. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കയറി പോസ്റ്റിൽ കയറിയിട്ട് തോന്നിയാസം പറഞ്ഞിട്ട് എത്രയോ പേര് തിരിച്ചു പോകുന്നവരെ ഞാൻ കണ്ടതാണ്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാൻ പറയുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ഇറങ്ങിയാൽ ഇറങ്ങിയതാണ്. हाँ नहीं पानी है जी, ज़्यादा सामान है तो 2 साल हो गया तुमको? हाँ 2 साल हो गया। 2 साल और लगेगा, अभी 1 साल हो गया। पूरा साउथ इंडिया पूरा देखा। साइकिल में ले तो 2025। ओके जी। मेरा कुत्ता भी साथ में है। देखा मैं बेस्ट ऑफ लक। हाँ थैंक यू। ओके जी। वहाँ से फिर रिटर्न साइकिल पे? हाँ साइकिल पे। ओके। आपका नाम क्या है? इमरान। 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 आपका? जोकर। जोकर। हाँ किचन। हाँ क्रिस्टियन। ओके जी, शुक्रिയ. അപ്പോൾ ഇമ്രാൻ ഭായി ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോവാണ്. हाँ इधर वो है ना? वो है। हाँ वो है। आगे ब्रिज के नीचे राइट मार। ओके ओके. ഇടത്തുവശത്തൊക്കെ ഈ ഫ്ലാറ്റുകളുടെ ഇടയിൽ ചേരികളാണ്, ചേരി പ്രദേശങ്ങൾ. നമ്മുടെ ഇവിടെ കോളനി എന്ന് പറയുന്ന പോലത്തെ സെറ്റപ്പ് ചേരി പ്രദേശങ്ങൾ. അതായത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരും തീരെ നിവൃത്തിയില്ലാത്തവരും ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയുടെ പണിയെടുക്കുന്നവരും പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ തൊഴിലുകളുമായിട്ട് വഴി സൈഡിലൊക്കെ ഇരിക്കുന്നവരും പച്ചക്കറി വിൽക്കുന്നവരും ഒക്കെ ഈ ചേരികളിൽ താമസിക്കുന്ന ആളുകളാണ്. ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്ന ആളുകൾ. പക്ഷേ ചിലരൊക്കെ നല്ല കോടീശ്വരന്മാരും ഉണ്ട് കേട്ടോ. അപ്പം വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ അത്ര വലുതല്ല എങ്കിലും പഴയ ഫ്ലാറ്റുകൾ ഇടതുവശത്തും പുതിയ ഫ്ലാറ്റുകളൊക്കെ വലത്തുവശത്തുമായിട്ട് ഉള്ള ഒരു പ്രദേശത്തുകൂടിയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നവി മുംബൈയുടെ ഉള്ളിലൂടെയാണ് പോകുന്നത്. രാവിലെ ചെറിയ തണുപ്പുള്ളതുകൊണ്ട് യാത്ര ചെയ്യാനൊരു സുഖമുണ്ട്. പിന്നെ 2 ദിവസമായിട്ട് നമ്മൾ 2 ദിവസമല്ല, ഇന്നലെ മുഴുവനായിട്ടും തങ്ങിയത് അഫ്താഫിൻ്റെ ബാറ്ററി ഷോപ്പിലാണ്. അപ്പോൾ അവിടെ വൈഫൈ ഒക്കെ ഉണ്ടായിരുന്നു, അവരെനിക്ക് വൈഫൈ ഒക്കെ തന്നു. അതിൻ്റെ പേരിലാണ് ഞാൻ അവിടെ കിടന്നത്. അപ്പോൾ അഫ്താഫിന് പറയുകയാണ്. 2 ദിവസമായിട്ട് നമ്മൾ 2 ദിവസമല്ല, മിനിഞ്ഞാന്ന് രാത്രി വന്നതാണ്. പെട്രോൾ പമ്പുകാർ കിടക്കാൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടായി. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് അതൊക്കെയാണ്. അഫ്താഫ് നമ്മളെ അവിടെ സ്വീകരിച്ചു. അഫ്താഫ് പറഞ്ഞു അവിടെ കിടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ കിടന്നു. 2 ദിവസം 2 രാത്രി അവിടെ കിടന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. നെറ്റിൽ നമ്മുടെ വീഡിയോസൊക്കെ കയറ്റാൻ പറ്റി, അതൊരു വലിയ അനുഗ്രഹമായി. അങ്ങനെ നമ്മളിപ്പോൾ മുംബൈയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പതിയെ നവി മുംബൈയിലെ പുതിയ എയർപോർട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളെന്നാണ് തോന്നുന്നത്. കാരണം പല ഭാഗങ്ങളും ഓപ്പണായി കിടക്കുന്നത് കണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിനെ ചുറ്റിയ റോഡാണ് കേട്ടോ.
നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, എയർപോർട്ടിനെ ചുറ്റി റോഡാണ്. അപ്പോൾ ആ റോഡിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരുപാട് ഓട്ടക്കാരും സൈക്ലിങ്ങുകാരും ഒക്കെ ഈ റോഡിലുണ്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് നിന്ന് കുറേ ദൂരം ഇങ്ങ് പോന്നു. ഇനിയൊരു 2.1 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമുക്ക് വലത്തോട്ട് ടേൺ ചെയ്ത് പോകേണ്ടത്. അങ്ങനെ മുംബൈ പട്ടണത്തിൻ്റെ ഔട്ടർ ഏരിയയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. केरला से काश्मीर जा रहे हैं। हाँ जी, इतना दूर साइकिल से? और क्या कितने दिन का प्लान है? पूरा 3 साल से करेगा, ये 1 साल हो गया. അപ്പോഴത്തെ നമ്മൾ നവി മുംബൈയിൽ നിന്ന് പാം ബീച്ച് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2.5 കിലോമീറ്റർ പോയിട്ട് നമുക്ക് യൂ ടേൺ അടിക്കണം. അതിന് മുമ്പായിട്ട് ഫ്ലാറ്റുകളുടെ ഒരു സംശയമാണ് ഇവിടെ ഉള്ളത്. വെളിനാട്ടിലൊക്കെ കാണുന്ന പോലെയുള്ള ഡിസൈൻഡ് ബിൽഡിങ്ങൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ആർച്ച് ബിൽഡിങ് എൻ്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരമായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ടാണ്, ബ്ലോക്കല്ല സിഗ്നലുകളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഞ്ചാബിൽ നിന്നുള്ള ഒരു സർദാർജിയെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അദ്ദേഹം ഇപ്പം അങ്ങ് പോയതാണ്. അങ്ങനെ പല ആളുകളെയും പരിചയപ്പെട്ടുകൊണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. കാഴ്ചകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഇടതുവശമൊക്കെ ഈ നേവിയുടെയൊക്കെ സ്കൂളും കാര്യങ്ങളുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയൊക്കെ വീഡിയോ എടുക്കാനോ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി അവിടെ പെലിക്കൻ പക്ഷികളുടെയൊക്കെ ഒരു ഏരിയ കണ്ടിരുന്നു. പക്ഷേ അവിടെയൊക്കെ പോയി വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല. കാരണം അതുങ്ങൾ വന്ന് കൂട് കൂട്ടുന്ന ഒരു സ്ഥലമാണ്. പെലിക്കന് ഇത് കൊക്കുകൾ, കാലിന് നീളമുള്ള നമ്മുടെ നാട്ടിൽ വരുന്ന കൊക്കുകൾ, ചുവപ്പ് കളറുള്ള കൊക്കുകൾ, അതിൻ്റെയൊക്കെ ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകാനൊരു മാർഗ്ഗവും ഇല്ലാതായിപ്പോയി. അവിടെ ചോദിച്ചപ്പോഴത്തേനും അലൗഡല്ല എന്ന് പറഞ്ഞു. ക്യാമറ നേവിയുടെ ഏരിയ അല്ല, നേവിയുടെ സ്കൂള് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിത് അമ്പരചുംബികളായ ബിൽഡിങ്ങുകളുടെ ഇടയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട്.